എന്തായി സാറിൻ്റെ മോളുടെ കല്യാണക്കാര്യം? ഒന്നും ശരിയായില്ല ഫ്രെഡി. അവള് നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിരിക്കുക. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുക. കല്യാണം 1 വർഷം കൂടി കഴിഞ്ഞ് മതിയെന്നാണ് അവള് പറയുന്നത്. എന്തായി തൻ്റെ മകളുടെ കല്യാണക്കാര്യം? അവൾക്കൊരു കാര്യം മുറച്ചിട്ടുണ്ട്. അടുത്ത മാസം മനസ്സമ്മത. കല്യാണം ഉടനെ വേണമെന്നാ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്നത്. കാര്യം എത്രയും പെട്ടെന്ന് നടന്ന അത്രയും മനസ്സമാധാനം ആവുമല്ലോ. എന്തെടുത്ത് നടത്തും സാർ. ഈ എണ്ണിച്ചുട്ട ശമ്പളം കൊണ്ട് ജീവിതം തന്നെ മുന്നോട്ട് നീക്കാൻ കഴിയുന്നില്ല. കല്യാണത്തിന് 30 പവനും പിന്നെ മറ്റു ചിലവുകൾ വേറെയും വേണം. അതൊക്കെ ശരിയാവുമോ? എവിടുന്നാണെന്നാ ഒരു പിടിയും കിട്ടാത്തത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. എല്ലാം ശരിയാവുമോ? താൻ കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ ഇതെന്നോ ശരിയാവുമായിരുന്നു. നിർത്ത്. എന്താടോ ഇത്? ഇത് TV സാർ. അത് മനസ്സിലായി. ഈ നേരത്തെ നീ എവിടുന്ന് വരുന്നു? ഇത് റിപ്പയർക്ക് കൊണ്ടുപോകുന്നത് സാർ. ഇറങ്ങടാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, മാറിക്ക്. ഫ്രെഡി, ആ സീറ്റ് ഒന്ന് ഓക്കെ. എന്താടാ നിന്റെ പേര്? സാർ എൻ പേര് സെൽവി, എൻ ഊര് സേലം സാർ. ഞാൻ പാവ സാർ. സാർ എന്താണ് ഇതിന്? എന്താടാ ഇത്? ഇതും റിപ്പയറിന് കൊണ്ടുപോയതാണോ? സാറ് ചോദിച്ചേ കേട്ടില്ലടാ. ഇത് എവിടുന്ന് മോഷിച്ചാണെന്ന്. സാറേ, ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യമായി ചോദ്യം ചെയ്യണം. അതാ നല്ലത്. ഇതേതാടാ ഈ വണ്ടി? ഇത് റിപ്പയർ ആണോ? സാർ അത് തെറിയാത് സാർ. വണ്ടി എന്നോടതല്ല സാർ. ഫ്രെഡി, വണ്ടി എടുക്ക്. സാർ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് സാർ. ഞാൻ പാവ സാർ, എന്നെ വിട്ടിട്ട് സാർ. ഫ്രെഡി, താൻ ആ വണ്ടിയുടെ കീയും ആ സാധനം എടുത്തിട്ട് ഇങ്ങ് വാ. ഫ്രെഡി, തൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണം കിട്ടിയ തൻ്റെ മോളുടെ കല്യാണം ഭംഗിയായി നടക്കില്ലേ? സാർ മനസ്സിലായില്ല. എടോ, ഇത് നമ്മളുടെ മുന്നിൽ ദൈവം ഇപ്പൊ എത്തിച്ചതാ. സാർ എന്തായി പറഞ്ഞു വരുന്നത്? എടോ, അവനാ ടിവിയും വണ്ടിയും കൊണ്ടുപോയിക്കോട്ടെ, ഈ സ്വർണം കൊടുക്കണ്ട. നമുക്ക് വേണ്ടത് ഈ വഴിയിലൂടെ അല്ല നോക്കേണ്ടത്. ഇന്നേ വരെ നമ്മൾ 5 പൈസ നിലക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല. ഈ അവസാന നാളിൽ അത് വേണ്ട സാർ. തർക്കിച്ച് നിൽക്കാൻ നേരമില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് താനവനെ പറഞ്ഞുവിട്. സാർ എനിക്കെന്തോ. താനൊന്നും പറയണ്ട. ഈ അവസാന നാളിൽ നമുക്കും എന്തെങ്കിലും ഇരിക്കട്ടോ ദൈവത്തിന്റെ വക. താൻ വാ. സാർ തീരുമാനം അയച്ചാ ഞാൻ പോട്ടുമാ സാർ. നീ പൊയ്ക്കോ. സ്വർണം അതിന്റെ ആളെ കണ്ടുപിടിച്ച് തിരിച്ചു കൊടുക്കും. തൽക്കാലം നീ വണ്ടിയും ടിവിയും എടുത്ത് സ്ഥലം കാലിയാക്ക്. പോടാ, പോ. அப்படியா சார்? அப்போ இந்த பிசினஸ்ல செல்விக்கு நஷ்டம், உங்களுக்கு லாபம். எல்லாமே മനസ്സിലായി സാർ. സാവി കൊടുങ്ക. ഞാൻ പോട്ടുമാ. ഇതെന്ത് ചെയ്യണം സാർ? എൻ്റെ കൈ വറക്കുന്നു. താൻ പേടിക്കണ്ട, നമുക്ക് ഉടനെ എങ്ങോട്ടേലും മാറ്റാം. ഹലോ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. സാർ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. താൻ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പെട്ടെന്ന് വരാം, എത്രയും പെട്ടെന്ന് വരാം. സാർ എൻ്റെ കയ്യിലിരിക്കുന്നത് വല്ലാത്തൊരു പൊല്ലാപ്പാണ്. സാറ് വേഗം വരണം. എന്നെക്കൊണ്ട് ഇതാവില്ല. താൻ പേടിക്കാതിരിക്കടോ. താൻ ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസല്ലേ. ഒരു സിഗരറ്റൊക്കെ വലിച്ചിവിടെ നിൽക്ക്. എന്തിനാ സാറ് വിളിച്ചതെന്ന് നോക്കിയിട്ട് ഉടനെ വരാം. അച്ഛാ, സാരിത, എന്തു പറ്റി? എന്താ നീയും മക്കൾ ഈ നേരത്തെ ഇവിടെ? അച്ഛാ, നമ്മുടെ വീട്ടിൽ കള്ളം കയറി. കള്ളം കയറി? കൃഷ്ണേട്ടാ, ഇവിടെ ഇരിക്കും, കാര്യങ്ങൾ ഞാൻ പറയാം. സാർ പറയൂ. സാധാരണ ഇവിടെ വരാറുള്ള കംപ്ലൈന്റ് പോലെ തന്നെ TV-യിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരറിയാതെ ചേട്ടന്റെ വീട്ടിലും ആരോ കയറി. എന്നിട്ട്? ഭയപ്പെടാനൊന്നുമില്ല. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം, കറണ്ട് പോയതിനാൽ TV, പിന്നെ കുട്ടികളുടെ ടാബ്, മൊബൈല് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി മീൻകാരൻ വന്നിരുന്നു. മീൻ വാങ്ങിയ ശേഷം വാതിൽ കുറ്റിയിടാൻ മറന്നു എന്നാണ് ഇവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എനിക്ക് അച്ഛനെ കാണണം.
നിന്റെ അച്ഛനോ? മര്യാദയ്ക്ക് പൊയ്ക്കോണോ ഇവിടുന്ന്? ഞാൻ അച്ഛനത് കണ്ടോട്ടെ. ഏതച്ഛൻ? ഞങ്ങളുടെ അമ്മേ, അച്ഛന് രണ്ട് പണ്ടാരത്തിന് ആൺമക്കളെ സൗണ്ട് ഒന്ന് കുറച്ചേ. ഉള്ളൂ. അതിന്റെ ഇടയിൽ അമ്മേ. നീ എങ്ങനെ വന്നു? ഞാനത് കണ്ടോട്ടെ. നീ അവിടെ എങ്ങാനും പോയിരുന്ന് നിന്റെ കളിച്ചോടാ. അച്ഛനെ ഇങ്ങനെ ആക്കിയത് അയ്യോ. നീയാ. നീ കണ്ട ഇന്ന് ചോറ് കിട്ടുവോ? എനിക്ക് വിശക്കണേ. ഗോപേട്ട അങ്ങനൊന്നും പറയല്ലേ. പരുവത്തിലാക്കിട്ട് അവന്റെ കള്ളക്കണ്ണീര് കണ്ടില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ അങ്ങോട്ട് വരണ്ടടാ. വരണ്ട വരണ്ട വരണ്ട. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഏയ് ഗോപ, ഗോപ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചടങ്ങ് നടക്കുന്ന അവനൊന്ന് കണ്ടോട്ടെ പ്ലീസ്. ദാ, ബാക്കി കക്കൂസി പോയി കണ്ടോ. ഗോപ, എന്ത്? ചെല്ല്. ഞാനൊന്നല്ല. ചടങ്ങ് നടക്കട്ടെ. ചെല്ല്. ഓടാ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചെല്ല്. ദാ മോനെ, പ്ലീസ്. ചെല്ല് എന്നാ പറഞ്ഞു. ഒന്ന് പോയി നോക്കടാ. എന്തോ വീണ് സൗണ്ട് കേട്ടു. അത് പൂച്ചാവും അമ്മേ. ഏയ്, ഇങ്ങോട്ടേക്ക് എന്തായി കാണിക്കുന്നേ? അമ്മു, ഉറങ്ങല്ലേ, ചോറ് തരാം. ഇതിപ്പോ തീരും. കണ്ണു തുറക്ക്. ഒന്നുമില്ല. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? വിഷണം ചാവാറായി. പണ്ടാരം ചോറുതാ. ഇപ്പൊ തരാടാ, ഇത് കഴിയാറായി. നീ കളിക്കല്ലേ. ഇതിന് ചാർജ് തീരാറായി. കുത്തിവെച്ച ചോറ് ഇന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും ചാർജ് ആകും. നീ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. ആ കുന്തം ചാർജിന് ഇട്ട് വെക്കും. ഇപ്പൊ വരാം. അവനൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഛേ, ചടങ്ങ് നടക്കുമ്പോ നീ അവിടെ വേണ്ട. ഞാൻ കണ്ടോട്ടെ. അയ്യോ, ഇത് കണ്ട അവസാന ഭാഗമായിരുന്നു. പണ്ടാരം പിടിക്കാൻ ഒരു ഇൻവെർട്ടർ വെക്കാൻ പറഞ്ഞ ആ മനുഷ്യൻ കേൾക്കില്ല. മോനെ, ആ എമർജൻസി ലൈറ്റ് എടുത്തോണ്ട് വന്നേടാ. കണ്ണ് കണ്ടെങ്കിലും ഇരിക്കാലോ. എനിക്കൊന്നും വയ്യ. കറണ്ട് പോയി വരും അമ്മേ. മോളെ അമ്മു, ഉറങ്ങല്ലേ. കറണ്ട് ഇപ്പൊ വരും. അമ്മ ചോറ് തരാം. അമ്മേ, കറന്റ് വരുമ്പോഴേക്കും ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? ഏത് കല്യാണം മോളെ? സീരിയലിലെ. ഓ, സീരിയല്ലേയോ. പരസ്യം വന്നാ രക്ഷപ്പെട്ടു. ആ, കറണ്ട് വന്നല്ലോ. അയ്യോ മക്കളെ, ടി വി കാണുന്നില്ല. കൊഴപ്പില്ല അമ്മേ. അമ്മ കണ്ടോ? കഴിഞ്ഞിട്ട് ചോറ് തന്നാ മതി. അതല്ലടാ, നമ്മുടെ ടി വി ആരും എടുത്തോണ്ട് പോയി. ഏ, അയ്യോ, എന്റെ ടി വി എവിടെ പോയി? ദൈവമേ, ഇതെന്ത് മറിമായം. 5 മിനിറ്റ് മുമ്പ് വരെ ഞാൻ കണ്ടോണ്ടിരുന്നതാ. അമ്മേ, നമ്മുടെ വീട്ടിൽ ആരോ കേറിയിട്ടുണ്ട്. അയ്യോ അമ്മോ, മക്കളെ, ഏതായാലും സീരിയൽ ശല്യം ഇന്നത്തോടെ തീർന്നല്ലോ. ആ കള്ളനെ കണ്ടിരുന്നെങ്കിൽ ഒരു ചായ വാങ്ങിക്കൊടുക്കാറുണ്ട്. നീ തമാശ പറഞ്ഞ് നിക്കാതെ വേഗം ഫോൺ എടുത്ത് അച്ഛനെ വിളിക്ക്. എന്നാലും നിങ്ങളിരുന്ന് ടി വി കാണുന്ന വഴിയിലൂടെ അല്ലേ അവനകത്ത് കയറിയിട്ടുണ്ടാവുക. സീരിയലിലും ഗെയിമിലും പരിസരം മറന്നും വീട്ടിൽ ആര് വന്നാലും പോയാലും ഇതിൽ മുഴുകിയവർ അറിയാറില്ലല്ലോ. ഇവിടെ തന്നെ ഇത് എത്രാമത്തെ പരാതിയാ. എന്റെ ശാരദേ, എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിരിക്കുന്നു ആ പണ്ടാരം കാണരുതെന്ന്. അത് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കോ മക്കൾക്കോ ഇച്ചിരി വെള്ളം പോലും അവിടുന്ന് കിട്ടാറില്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്നുള്ളത് വല്ല അനുമാനമുണ്ടോ ചേച്ചി? 10-30 പവന്റെ മേലെ ഉണ്ട്. മോളുടെ കല്യാണത്തിന് വേണ്ടി കരുതിയതാ. ആ മഹാപാപി ഗുണം പിടിക്കില്ല. കൃഷ്ണേട്ടാ, ടൗണിലൊക്കെ ഫ്രെഡിച്ചേട്ടനെയും കൂട്ടി ഒന്ന് കറങ്ങാം. ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫോം ചെയ്തിട്ടുണ്ട്. നഗരം വിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് അവനെ പൊക്കാം. പരാതിയൊക്കെ ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ശരിയെന്നാ. ശരി സാർ. ശരിയെന്നാ, പോയിക്കോളൂ. പേടിക്കണ്ട, കള്ളൻ എൻ്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. സ്വർണം മാത്രമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. നീ ഇതാരോടും പറയണ്ട. ഇതെന്താ അകത്ത് വെച്ച് പറയാഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. ഓ, എന്തായാലും സ്വർണം കിട്ടിയല്ലോ, അത് മതി. ഞങ്ങൾ പോട്ടെ. എങ്ങനെ വന്നത്? അടുത്ത വീട്ടിലെ പയ്യന്റെ ഓട്ടോലാ. അവൻ പോയിട്ടില്ല. അയൽപ്പക്കത്ത് എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ സ്റ്റേഷനിലേക്ക് വന്നത്. വാ. ശരി, നിങ്ങൾ പോയിക്കോ. അച്ഛൻ പെട്ടെന്ന് വരില്ലേ, ഞങ്ങൾക്ക് പേടിയാ. പേടിക്കണ്ട, അച്ഛൻ ഉടനെ വരാം മോളെ. താനെ ഫോണൊന്ന് കാണിച്ചേ. ആ ഫ്രെഡി, താൻ അവിടെ തന്നെയല്ലേ? ഉണ്ട് സാർ. എന്തു പറ്റി? സാറെന്താ വരാത്തത്? ഇവിടെ കടകളൊക്കെ അടച്ചു. ഇതും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കാൻ വല്ലാത്ത പ്രയാസമുണ്ട് സാർ.
എന്താടാ എന്താ നീ പോയില്ലേ? എന്താ ഫ്രെഡി താൻ ആരോടാ സംസാരിക്കുന്നത്? ഹലോ 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 ആ ഫ്രെഡി താൻ അവിടെ തന്നെയല്ലേ? ഉണ്ട് സാർ. എന്ത് പറ്റി? സാറെന്താ വരാത്തത്? ഹലോ 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 എന്താടാ നീ പോയില്ലേ? ഹലോ എന്താ നീ തിരിച്ചു വന്നത്? எங்கு போகணும்னா நான் கொண்டு வந்த சொர்ணம் என்னை பറ്റിச்சு ஏமாத்தி கொண்டு வந்து நினைச்சியா? டேய் போலீஸுகாரா, உனக்கு என்ன தெரியுமா? இது சேலம் செல்விடா. தமிழ்நாட்டில் நான் ரொம்ப ஃபேமஸ். இந்த தலைக்கு தமிழ்நாடு போட்ட விலை 10 லட்சம். அந்த நகத்தை தந்துடு, உயிரை காப்பாத்திடு. இந்த നഖം നീ അങ്ങനെ കൊണ്ടുപോകണ്ട. നീ എത്ര വലിയവനാണെങ്കിലും ഇവിടെ ഒരു നാൾ വിരുന്ന് കൂടിയിട്ട് പോകാം. നടക്കടാ സ്റ്റേഷനിലേക്ക്. ആരാത്? സാറായിരുന്നോ? അധിക നേരായോ വന്നിട്ട്? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ പള്ളി പോയതായിരുന്നു. സാറ് വരൂ. സാറ് കയറിയിരിക്കേ. ആ മോളെവിടെ പോയി? അവൾക്കൊരു കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്, അതിന് പോയതാ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. അടുത്ത ആഴ്ചയല്ലേ മോളുടെ കല്യാണം? കാര്യങ്ങളൊക്കെ എന്തായി? ഒന്നും ആയിട്ടില്ല. പള്ളിയിൽ നിന്നും ഒരു ചെറിയ സഹായം ലഭിക്കും. പിന്നെ ഫ്രെഡിയുടെ മരണശേഷം കിട്ടിയ കുറച്ച് പൈസ ബാങ്കിലുണ്ട്. ഇനി സ്വർണത്തിന് വീട് പണയപ്പെടുത്തി കുറച്ച് പൈസ തരാമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രെഡിയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 30 പവൻ സ്വർണത്തിന് ഇത് മതിയാകും. ഇത് വാങ്ങിക്കണം. ഇങ്ങനൊരു കാര്യം ഫ്രെഡി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് മോളോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ വാങ്ങും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കല്യാണ ആവശ്യത്തിന് തരാ എന്ന് ഞാൻ കരുതിയതാ. ഫ്രെഡി പറയാൻ വിട്ടതാവും. ഇത് വാങ്ങൂ. വേണ്ട സർ, എനിക്കറിയാം ഫ്രെഡിക്ക് ആരും ഒന്നും കൊടുക്കാനില്ലെന്ന്. സാറിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. ഒരുപാട് സഹായങ്ങൾ സാർ ഇതിനകം ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞു. ഇതെങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോകും. എൻ്റെ ഫ്രെഡിയുടെ മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ. അയാൾക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മോളുടെ വിവാഹം ഗംഭീരമായി നടത്തണമെന്ന്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. ഈശ്വരൻ നല്ലത് വരുത്തട്ടെ.